ശ്രീ പണിക്കർ, ഇടതുപക്ഷം എന്ന് പറയുന്നത് സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണല്ലോ. അതുപോലെ തന്നെ ധാർമ്മികതയ്ക്ക് നിയമത്തെക്കാൾ മുകളിലായിട്ട് നിയമം പാലിക്കുന്നതിന് മുൻപ് തന്നെ, നിയമം അനുശാസിക്കുന്നതിന് മുൻപ് തന്നെ ധാർമ്മികത പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയാറുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉയരുന്നത് കേട്ടോ. ഇപ്പോൾ UDFന്റെ കാര്യത്തിൽ ഇത്രയും ശക്തമായിട്ട് വരില്ല, പക്ഷേ LDFന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പോൾ CPM എടുത്തിരിക്കുന്ന ഈ നിലപാട് ശരിയാണോ ശ്രീ പണിക്കർ? ഇത് ഞാൻ കരുതുന്നത് ഇത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രശ്നവും വലിയൊരു സാമൂഹ്യ പ്രശ്നവും വലിയൊരു ധാർമ്മിക പ്രശ്നവുമാണ് എന്ന് തന്നെയാണ്. അല്ലാതെ ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അല്പം മുമ്പ് സംസാരിച്ച ശ്രീമതി വീണ നായരോട് വിയോജിക്കേണ്ടി വരുന്നുണ്ട്. കാരണം മുകേഷിന്റെ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു ധാർമ്മികത മുൻനിർത്തി അദ്ദേഹം രാജിവെക്കേണ്ടതാണ് എന്ന് പറയുകയും, എന്നാൽ സ്വന്തം പാർട്ടിയിലുള്ള രണ്ട് നേതാക്കന്മാർ, അതും സിറ്റിംഗ് MLA-മാരായിട്ടുള്ള രണ്ടാൾക്കാർ, അവർ ഇത്തരത്തിലുള്ള ആരോപണം നേരിടുന്ന സമയത്ത് അവര് നിയമത്തിന് മുന്നിൽ വന്നതല്ലേ, ഒളിച്ചോടിയില്ലല്ലോ എന്ന് പറയുന്നതും ശരിയായ നിലപാടല്ല. അങ്ങനെയാണെങ്കിൽ മുകേഷ് ഒളിച്ചോടിയിട്ടില്ല. മുകേഷ് എവിടെ ഒളിച്ചോടി? അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ മൂന്നാൾക്കാരും മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ആരോപണങ്ങൾ. ഇതിന്റെ സത്യാവസ്ഥ ഈ ചർച്ചയിലുള്ള ഈ പാനലുള്ള ആർക്കും നേരിട്ട് അറിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു മാർഗമുണ്ട്. ആ മാർഗം അനുസരിച്ച് ഇത് അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം കുറ്റക്കാരാണെങ്കിൽ ശിക്ഷ ഉണ്ടാകണം, നടപടിയെടുക്കണം. പക്ഷെ ആ സമയത്ത് ധാർമ്മികത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് ഉണ്ടാകേണ്ടുന്ന ഒന്നല്ല. അതായത് ഭരണത്തിലിരിക്കുന്നത് CPM ആണ്. അതുകൊണ്ട് തന്നെ ഭരണത്തിനെ കൂടുതൽ സ്വാധീനിക്കാനായിട്ട് കഴിയും. പ്രതിപക്ഷ MLA-യേക്കാൾ കൂടുതൽ സ്വാധീന ശക്തി എവിടെയാണെങ്കിൽ അദ്ദേഹത്തിനാണ്, എങ്കിൽ കൂടുതൽ ധാർമ്മികത അദ്ദേഹത്തിനാണ് എന്നുള്ള ഒരു വാദത്തിനോട് എനിക്ക് യോജിപ്പേയില്ല. ഇവിടെ കോൺഗ്രസ് മുകേഷ് രാജിവെക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ ഭാഗത്തുള്ള സമാനമായിട്ടുള്ള ആരോപണം നേരിടുന്ന, അതിന്റെ നിയമവ്യവസ്ഥകളുമായി ഒത്തുപോകുന്ന രണ്ടാൾക്കാരോട് ആദ്യം മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ആവശ്യപ്പെടാൻ കഴിയൂ. കാരണം ഞാൻ ഈ വിഷയത്തിൽ കാണുന്നത് സ്ത്രീ പുരുഷ ധാർമ്മികത എന്നുള്ള ഒരൊറ്റ ധാർമ്മികത മാത്രമാണ്. അതല്ലാതെ CPM-ന് ഒരു ധാർമ്മികത, കോൺഗ്രസിന് ലേശം കുറഞ്ഞ ഒരു ധാർമ്മികത അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി ഈ വിഷയത്തിലേക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ റെവലേഷൻസ് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ശ്രീ രാഹുൽ പറഞ്ഞതുപോലെ ഈ അലഗേഷൻസ് വന്നിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഇത് വന്നിരിക്കുന്നത് മുഴുവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കപ്പെട്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിൽ പാർഷ്യലായിട്ടാണെങ്കിലും കുറെ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നു. ആ സമയത്ത് അതിൽ ഉൾപ്പെട്ടതല്ല എങ്കിൽ പോലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കുറെ അധികം ആരോപണങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ മുകേഷിനെതിരെ ആരോപണം ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ ധാർമ്മികതയെ പറ്റി മാത്രം നമ്മൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ CPM-ന്റെ ധാർമ്മികതയെ പറ്റി പറഞ്ഞോളൂ. ആ സമയത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഇടതുപക്ഷത്ത് നിന്ന് നമ്മുടെ മന്ത്രിമാരായിക്കോട്ടെ, CPM-ന്റെ നേതാക്കന്മാരായിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ പറഞ്ഞത് എന്താണ്? സർക്കാരിന് ഈ വിഷയത്തിൽ മറയ്ക്കാനൊന്നുമില്ല, കുറ്റം ചെയ്ത ആൾക്കാരെ രക്ഷിക്കുന്ന നിലപാടില്ല. എന്നിട്ട് ആ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളുടെ ഭാഗമായിട്ട് ശ്രീ മുകേഷിനെതിരെ കേസ് വരുന്നു. ആ കേസിൽ അദ്ദേഹത്തിന്, ഇപ്പൊ കേസ് വരുന്ന സമയത്ത് കേസേ ഉള്ളൂ എന്ന് പറയാം, പോലീസ് അന്വേഷിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറ്റമുണ്ട് എന്ന രീതിയിലത്തേക്ക് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ സർക്കാരിന്റെ നേരത്തെ പറഞ്ഞിരുന്ന നിലപാട് എവിടെ എന്നുള്ളതാണ് ചോദ്യം. അതായത് കുറ്റപത്രം, പോലീസ് തന്നെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറ്റമുണ്ട് എന്ന് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ ഇനി അധികാര സ്ഥാനത്ത് തുടരട്ടെ എന്ന് തീരുമാനിച്ചാൽ, നേരത്തെ പറഞ്ഞിരുന്ന പോലെ സർക്കാരിനെ മറയ്ക്കാനൊന്നുമില്ല, കുറ്റം ചെയ്ത ആൾക്കാരെ രക്ഷിക്കാനായിട്ട് സർക്കാർ ശ്രമിക്കുകയില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ളത് ഒരു വശം. രണ്ട്, നമ്മളിവിടെ ശ്രീമതി സതീദേവിയുടെ പ്രസ്താവന കണ്ടു. ധാർമ്മികത എന്ന് പറയുന്നത് ഓരോരുത്തരുടേതുമാണ്. അപ്പോ എന്താണ്, 2 കൊല്ലം കഴിഞ്ഞ് ശിക്ഷിച്ചാൽ, 2 കൊല്ലമെങ്കിലും ശിക്ഷിച്ചാൽ മാത്രമേ രാജിവെക്കേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. നോക്കൂ, ഇത് പറയുന്നത് ആരാണ്? നമ്മുടെ ഈ നാട്ടിലുള്ള വനിതകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയുടെ ഭാഗമായിരിക്കുന്ന ഒരാളിന് രാഷ്ട്രീയമായിട്ട് ഒരു പ്രസ്താവന നടത്താനായിട്ട് എങ്ങനെയാണ് കഴിയുക? അവിടെ ഇരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? വനിതകളെ സംരക്ഷിക്കുക എന്നതിന്റെ പേരിലാണ്. അല്ലാതെ അവിടെ വരുന്ന വേട്ടക്കാരൻ, അല്ലെങ്കിൽ സോക്കോൾഡ് വേട്ടക്കാരൻ, അല്ലെങ്കിൽ വേട്ടക്കാരൻ ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ രാഷ്ട്രീയം എന്താണ് എന്നത് നോക്കിയതിന് ശേഷമല്ല നിലപാട് പറയേണ്ടത്. അപ്പൊ അതിൽ തന്നെ പറയുന്ന കാര്യമുണ്ട്. ഒന്ന്, ശിക്ഷിച്ചാൽ മാത്രം പോരാ കേട്ടോ, 2 കൊല്ലമെങ്കിലും ശിക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈ MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ ഇപ്പോ വിചാരണാ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു കേസ്, കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന കേസിൽ ഇനി എത്ര വരെ മുകേഷിന് പോകാമെന്നാണ് ശ്രീമതി സതീദേവി പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. 2 വർഷമെങ്കിലും ശിക്ഷിക്കപ്പെട്ടാൽ, അതായത് ട്രയൽ കഴിയുന്ന സമയത്ത് മുകേഷ് MLA ആയിട്ട് അവിടെ തുടരട്ടെ. ഇനി അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു വിധി ഉണ്ടെങ്കിൽ പോലും ആ വിധി 2 വർഷത്തിൽ താഴെയാണ് എങ്കിൽ അത് വേണ്ട. ഇനി അതിന് മുകളിലേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ആരുടെ ധാർമ്മികതയാണ്? CPM-ന്റെ ധാർമ്മികതയല്ല, സർക്കാരിന്റെ ധാർമ്മികതയല്ല, മറിച്ച് മുകേഷ് എന്ന വ്യക്തിയുടെ ധാർമ്മികത. അപ്പൊ എത്ര ധാർമ്മികതയുണ്ട് ശ്രീ മഞ്ജുഷ്? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അടുത്തത്,
CPM-ന്റെ ധാർമ്മികത എവിടെയാണ്? ഇപ്പൊ നമ്മൾ അങ്ങനെ ആലോചിക്കണ്ടേ? CPM-ന് ഒരു ധാർമ്മികതയുണ്ട്, ഭരണഘടനയ്ക്ക് ഒരു ധാർമ്മികതയുണ്ട്. മുമ്പ് ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിയുടെ വിഷയം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് പറയാം. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് വരുന്ന സമയത്ത് CPM അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടില്ല. അന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. രണ്ട് രീതികളിലാണത്. ഒന്ന്, കോൺഗ്രസിന്റെ ധാർമ്മികതയ്ക്ക് അനുസൃതമായ തീരുമാനം എടുക്കട്ടെ എന്നതാണ് CPM-ന്റെ നിലപാട് എന്നാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ധാർമ്മികമായിട്ടൊരു തീരുമാനമെടുക്കുന്നത് എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കണം എന്നായിരുന്നുവെങ്കിൽ അതേ ധാർമ്മികത ഇവിടെ CPM-ഉം പുലർത്തേണ്ടതില്ലേ? അവർ പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടാമത് മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞു. അതായത് എത്ര കാലം അദ്ദേഹം രാജിവെക്കാതിരിക്കുന്നോ അത്രത്തോളം CPM-ന് നല്ലതാണ്, കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലേക്കാകുന്നു, ധാർമ്മികത ഇല്ലാത്തവരാണ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കപ്പെടും എന്ന്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഈ പറയുന്ന വിചാരണ ഘട്ടത്തിൽ കഴിഞ്ഞ് അതിനുശേഷം വിധി പറയുന്ന ഘട്ടത്തിലേക്ക് വരെ മുകേഷ്, നമുക്ക് അറിയാം ഈ ഗവൺമെന്റിന്റെ ടൈം എന്ന് പറഞ്ഞാൽ 2026 വരെയാണ് എന്നറിയാം. പക്ഷേ എങ്കിലും അതിനുള്ളിൽ ഇങ്ങനെ ഈ ഒരു കേസ് ഒരു ഫൈനാലിറ്റിയിലേക്ക് എത്തുന്ന രീതിയിലത്തേക്ക് വന്നാൽ അതുവരെയും അദ്ദേഹത്തിന് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാവുന്ന രീതിയിലത്തേക്കുള്ള ഒരു ധാർമ്മികതയാണ് CPM-നുള്ളത് എങ്കിൽ അത് ആരെ ഗുണമായിട്ട് ബാധിക്കും? CPM-നെതിരെ ദോഷമായിട്ട് വരും, കോൺഗ്രസിനെ അങ്ങനെയാണെങ്കിൽ ഗുണമായിട്ട് വരും. ഞാൻ പറയുന്നത്, ഈ സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ നേതാക്കളോട് ചോദിക്കാനേ പാടില്ല. പുരുഷനായാലും സ്ത്രീ ആയാലും. ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത് ശ്രീമതി വീണയെ പോലെയുള്ള ഒരു നേതാവ് പറയേണ്ടത്, എൻ്റെ പാർട്ടിയിലുള്ളയാളാണെങ്കിലും മറ്റൊരു പാർട്ടിയിലുള്ളയാളാണെങ്കിലും സ്ത്രീ വിഷയത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് ഒരു നിയമമേ ബാധകമാകാവൂ എന്നാണ്. അല്ലാതെ എൻ്റെ നേതാവിനെ പിടിച്ചുകൊണ്ട് പോയല്ലോ, ജയിലിൽ അടച്ചല്ലോ, അദ്ദേഹം അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നതല്ല അതിന്റെ ഉത്തരം.